കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയിലും ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നും തുടർച്ചയായിട്ട് ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നുവല്ലോ. പത്രോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 7 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ട് അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ധ്യാനിപ്പാനായി കഴിഞ്ഞത്. അത് വിസ്താരമായിട്ട് പറഞ്ഞില്ലെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചതാകുന്ന വിഷയം ലിവിങ് ആസ് ക്രിസ്ത്യൻ വൈഫ്സ് എന്നുള്ളതാകുന്ന വിഷയമാണ് ചിന്തിപ്പാനിടയായി തീർന്നത്. ഒരു നല്ല ക്രിസ്തീയ ഭാര്യയായിട്ട്, അല്ലെങ്കിൽ ഭാര്യമാർ അവരോടുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയുള്ളതാകുന്ന പ്രബോധനം നമുക്കല്പമായി ചിന്തിപ്പാൻ ദൈവമിടയായി തീർന്നു. പല കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു. പ്രധാനമായിട്ട് ഹൗ ഡു ദേ അഡോൺ ദംസെൽസ്, തങ്ങളെ തന്നെ അലങ്കരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ചിന്തിച്ചു. ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ എന്നുള്ളതാകുന്ന ചിന്ത നമ്മൾക്ക് കണ്ടു. അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയായിത്തീരും. അപ്പോൾ പ്രധാനമായിട്ട് ആ പ്രബോധന വചനങ്ങളും അതേ തുടർന്ന് ഒരു ഇല്ലുസ്ട്രേഷനും മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് അപ്പോസ്തലനായ പത്രോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു, സാറായെക്കുറിച്ച്, അതിൻ്റെ 5-6 വാക്യങ്ങളിൽ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കാണുവാനായി താല്പര്യപ്പെടുന്നത് അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. ഒന്ന് മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേ അർത്ഥ ഗാംഭീര്യത്തോടെ തന്നെയാണ് ഒരു വാക്യത്തിൽ ഒതുക്കി ഭർത്താക്കന്മാരെ എന്ന് വിളിച്ചുകൊണ്ട്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. ഇന്ന് ഈ ഒരു വിഷയമാണ് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. 60-ാമത്തെ വിവാഹ വാർഷികം ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യൻ കപ്പിൾ, 60-ാമത്തെ വിവാഹ വാർഷികം. അപ്പോൾ അവരുടെ ഗ്രാൻഡ് ചൈൽഡ്, കൊച്ചുമകള് അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, ഇത് വെസ്റ്റേൺ കൺട്രിയിൽ നടന്ന ശരിയായിട്ടുള്ള സംഭവമാണ്, സ്റ്റോറിയല്ല. അമ്മച്ചി, കഴിഞ്ഞ 60 വർഷമെന്ന് പറയുന്ന ഒരു വലിയ നീണ്ട കാലഘട്ടമല്ലേ? കാരണം വെസ്റ്റേൺ കൺട്രീസ് നമുക്കറിയാമല്ലോ, 60 വർഷമൊക്കെ സിംഗിൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടൊക്കെ തുടരുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം. കഴിഞ്ഞ 60 വർഷത്തിൻ്റെ ഇടയിൽ അമ്മച്ചി ഒരിക്കലെങ്കിലും വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, വിവാഹമോചനത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല, പക്ഷേ പല പ്രാവശ്യം കൊലപാതകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കാര്യം മനസ്സിലായി എന്ന് ചിന്തിക്കുക.
എന്ന് പറഞ്ഞാൽ ലിവിങ് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്സ് by no stretch of imagination is an easy task. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനം കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ പത്രോസിൻ്റെ ഈ ഒരു കൊച്ചു ലേഖനത്തിൽ ഇത്രയും ഭാഗം ഒരു പ്രധാനപ്പെട്ട ഒരു കൺസിഡറബിൾ പാർട്ട് ഓഫ് ദാറ്റ് എപ്പിസൽ ഈസ് സെറ്റ് അപ്പാർട്ട് ടു ഡെലിനിയേറ്റിംഗ് ഹൗ ടു ലിവ് ആസ് ക്രിസ്ത്യൻ ഹസ്ബൻഡ്സ് ആൻഡ് ക്രിസ്ത്യൻ വൈഫ്സ്. ക്രിസ്തീയ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ കൊച്ചു ലേഖനത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ പ്രാധാന്യതയെ കുറിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഭാര്യമാരോട് 6 വാക്യങ്ങളിൽ പറഞ്ഞു, ഭർത്താവിനോട് ഒറ്റ വാക്യത്തിലാണല്ലോ പറഞ്ഞേക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെങ്കിൽ അതേ ഗൗരവത്തോടുകൂടെ തന്നെയാണ് ആ ഒരു വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്. 6 വാക്യത്തിൽ ഒന്ന് വിശദമാക്കി ഒന്ന് വിസ്തരിച്ച് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെങ്കിൽ ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച്, ഭർത്താക്കന്മാരോട് പറയുകയാണ്, വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിക്കുക. 2, സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുക. സോ 2 കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒന്ന്, live with your wives with understanding, വിവേകത്തോടെ, പരിജ്ഞാനത്തോടെ, നല്ല ബോധത്തോടെ ഭാര്യമാരോടൊപ്പം ജീവിക്കുക. 2, അവർക്ക് ബഹുമാനം കൊടുക്കുക. ഈ 2 പ്രബോധനങ്ങൾ നൽകിയിട്ട് അതിനൊരു റിസൾട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് ദ റിസൾട്ട്? ന്യായമായിട്ട് നമ്മൾ ചിന്തിക്കും, ഒരു നല്ല ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ഉണ്ടാകും. ശരിയാ, ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ഉണ്ടാകുമെന്നുള്ളത് ശരിയാ. പക്ഷേ അതിനേക്കാൾ അവിടെ എംഫസൈസ് ചെയ്യുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്. സോ എ പ്രോപ്പർ റിലേഷൻഷിപ്പ് വിത്ത് ദ വൈഫ് വിൽ inevitably result in a proper relationship to God. ദൈവവുമായിട്ടുള്ള ബന്ധവും ഭാര്യ ഭർത്തൃ ബന്ധവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതായത് ഭർത്താക്കന്മാർ, പുരുഷന്മാർ അവരുടെ ഭാര്യമാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതിനാനുപാതികമായിരിക്കും അവരുടെ പ്രാർത്ഥനാ ജീവിതമെന്ന്. എന്ന് വെച്ചാൽ അതിൽ കവിഞ്ഞ അല്ലെങ്കിൽ പ്രാർത്ഥനയെന്നുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് പ്രാർത്ഥനാ ജീവിതമെന്നുള്ളത്.
അപ്പം ഈ പ്രാർത്ഥനാ ജീവിതം നന്നാകണമെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്തീയ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കണം? ശരിയായിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ നമുക്കൊരു കൊച്ചു ജീവിതമായി ഭൂമിയിലുള്ളത് ഇല്ലേ? ഒരു കൊച്ചു ജീവിതമാണ്. എത്ര കാലം ഉണ്ടെന്നറിയത്തില്ല. ഈ കൊച്ചു ജീവിതത്തിൽ ഒരു ദൈവം നമ്മോട് കൂട്ടിച്ചേർത്ത ആ സ്പൗസുമായിട്ട്, ആ ജീവിത പങ്കാളിയുമായിട്ട് ഒരു നല്ല ബന്ധമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ മിസറബിളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. വളരെ മിസറബിളാണ്. അത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാകുന്ന ഒരു കാര്യമാണ്. ഈ കൊലോസി ലേഖനത്തിലെ ഈ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാം വണ്ണം കീഴടങ്ങുവിൻ. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ എന്താണെന്നറിയാം? അവരോട് കയ്പായിരിക്കരുത്. ഈ ഹിന്ദിയിലെ ചില ട്രാൻസ്ലേഷൻസിൽ ചില ട്രാൻസ്ലേഷനിൽ കഠോരത എന്ന വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ ഹിന്ദിയിൽ ഈ കയ്പിനുള്ള വാക്കെന്നാണെന്നറിയോ? കടുവ. ഭാര്യമാരോട് എങ്ങനെയായിരിക്കരുത്? കടുവയെ പോലെ ആയിരിക്കില്ലെന്ന്. ഭാര്യയോട് കടുവയെ പോലെ ആയിരിക്കുകയും ദൈവവുമായിട്ടൊരു ബന്ധം വെക്കുകയും ചെയ്യാൻ സാധിക്കുകയില്ല. തിരിച്ചും ആ റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമ്മൾ കാണുന്നത് അതല്ലേ കാണുന്നേ? ഒരു റിസൾട്ട് അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന, സോ ദാറ്റ് യുവർ പ്രേയേഴ്സ് മേ നോട്ട് ബി ഹിൻഡേർഡ്. സോ ഫെമിലിയൽ റിലേഷൻഷിപ്പ് inevitably result in a prayer relationship or a communion relationship with God. ദൈവമായിട്ടുള്ള ആ ബന്ധവും ആ ബന്ധത്തിൽ അതെന്ത് ചെയ്യുക? അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതിനെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുടുംബജീവിതം എന്നുള്ളത് അതിനൊരു സ്പിരിച്വൽ ആസ്പെക്റ്റ് ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. ഉണ്ടെന്നല്ല, നിശ്ചയമായിട്ടും അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം. കുടുംബ ബന്ധങ്ങൾ ആത്മീക വളർച്ചയ്ക്ക് ഉപകരിക്കണമെന്ന്. ഭർത്താവ് ഭാര്യയെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭാര്യയോട് ഇടപെടുന്ന ആ ഇടപാട് ആത്മീകമാകുന്ന പുരോഗതിയിലേക്കത് വരണം. അല്ലെങ്കിൽ അത് ശരിയല്ലെങ്കിൽ മറ്റേ ഒന്നും ശരിയാകുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രാധാന്യതയോടെ അതാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബജീവിതവും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ നമ്മൾ കാണുന്നത് ലിവ് വിത്ത് യുവർ വൈഫ് അക്കോർഡിംഗ് ടു നോളജ്, വിവേകത്തോടുകൂടെ വസിക്കുക. മറ്റൊരു ലിവ് വിത്ത് യുവർ വൈഫ് അക്കോർഡിംഗ് ടു ലിവ് വിത്ത് യുവർ വൈഫ്സ് ഇൻ ആൻ അണ്ടർസ്റ്റാൻഡിങ് വേ, വിവേകത്തോടുകൂടെ വസിക്കുക. 2, ഗിവ് ദം ഓണർ, ഗ്രാൻഡ് ദം ഓണർ. സ്ത്രീജനം ബലഹീനപാത്രം എന്ന് അവർ ജീവൻ്റെ കൃപയ്ക്ക് എങ്ങനെയാണ് ഈ ഓണർ കൊടുക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അല്പമായിട്ട് പെട്ടെന്ന് ചിന്തിക്കാം. അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്
മുടക്കം വരാതിരിക്കേണ്ടതിന്. ഇതാണ് പത്രോസ് അപ്പോസ്തലൻ ക്രിസ്തീയ ഭർത്താക്കന്മാരോട് നൽകുന്ന പ്രബോധനം. നമ്മൾ ഈ ഒരു വിഷയം മാത്രം പറയുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും. കർത്താവ് അനുവദിച്ചാൽ അടുത്ത വിഷയങ്ങളിലേക്ക് പിന്നെ നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് നമ്മളവിടെ കാണുന്നത് വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിക്കുക. വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിക്കുക. നമുക്ക് എന്തുണ്ട് എന്നുള്ളതല്ല ഒരു ഉത്തമനാകുന്ന ഭർത്താവിൻ്റെ ഗുണം. പണം കാണും, സൗന്ദര്യം കാണും, ചിലപ്പം നല്ല വിദ്യാഭ്യാസം കാണും, നല്ല ജോലി കാണും, ഒക്കെ നല്ലത് തന്നെ. വലിയ വീട് കാണാം, കാറുണ്ടാകാം, സൗകര്യങ്ങളുണ്ടാകാം, എല്ലാ കാര്യങ്ങളും കരുതുന്നയാളാകാം. എന്തുണ്ടെന്നുള്ളതല്ല വിഷയം, നമ്മൾ ആരാണെന്നുള്ളതാ വിഷയം. വാട്ട് വി ഹാവ് എന്നുള്ളതല്ല വിഷയം, വാട്ട് വി റിയലി ആർ. ജ്ഞാനികളിൽ ജ്ഞാനിയാകുന്ന ശലോമോൻ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു പക്ഷേ ഈ വേദഭാഗങ്ങളൊന്നും ഒരു പക്ഷേ വിവാഹ ശുശ്രൂഷയിലൊന്നും സാധാരണ വായിക്കുന്ന വേദഭാഗങ്ങളല്ല. ഞാൻ പല സന്ദർഭങ്ങളിൽ ഈ വേദഭാഗം എടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. സദൃശ്യവാക്യം 24-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിന്ത അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കുക, ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു വലിയ കോർപ്പറേഷനിൽ ജോലി ഇതുകൊണ്ടല്ല ഭവനം പണിയുന്നത്. നല്ല കനത്ത ശമ്പളം വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ഒരു ഭർത്താവ് ഭവനം ചൊവ്വേ പോകണമെന്ന് നിർബന്ധമില്ല. അതല്ല വിഷയം. വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിക്കുക. അതാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, വിവേകത്തോടെ. അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിങ്, അത് ഇവിടെ ശലോമോൻ പറയുന്നത് ജ്ഞാനം കൊണ്ടാണ് ഭവനം പണിയുന്നത്, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. അതിൻ്റെ അടുത്ത വാക്യം, പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ. പ്രിയപ്പെട്ടവരെ, മുറികളിൽ കോൺട്രാസ്റ്റ് കളറടിക്കുന്നതല്ല വിഷയം, മനോഹരമാകുന്ന കർട്ടൻ ഇടുന്നതല്ല വിഷയം. നല്ല കാര്യം തന്നെ, അത് നല്ല കാര്യം തന്നെ. പക്ഷെ അതല്ല ഒരു വീടിൻ്റെ മനോഹാരിത എന്ന് ശലോമോൻ പറയുന്നു. എന്താണ് വീടിൻ്റെ മനോഹാരിത? വീടിൻ്റെ മനോഹാരിത ജ്ഞാനം, വിവേകം, പരിജ്ഞാനം. അതാണ് ഒരു ഭവനത്തിൻ്റെ മനോഹാരിത. അടുത്ത വാക്യത്തിൽ, ജ്ഞാനിയാകുന്ന പുരുഷൻ ബലവാനാകുന്നു, പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ജ്ഞാനവും വിവേകവുമാണ് പുരുഷന്മാർക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ 6 പാക്സ് മസിൽസും ആരോഗ്യവും സൗന്ദര്യവും, പിന്നെ അതൊന്നും അല്ല വലിയ കാര്യം. പിന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഷുഗറും പ്രഷറും ഒന്നും പിടിക്കാതെ കുറേ നാൾ ഇങ്ങനെ പോകാം, വർക്കൊക്കെ ചെയ്ത് എന്നേ ഉള്ളൂ.
അതിനേക്കാളും പ്രാധാന്യമുള്ളത് ഇതാണ്: ജ്ഞാനം, വിവേകം, പരിജ്ഞാനം. അതുകൊണ്ടാണ് മുറികളിൽ എന്തു വരുന്നത്? വിലയേറിയതും മനോഹരമാകുന്ന സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. നമ്മുടെ കനത്ത ശമ്പളമല്ല വീടിനെ എൻറിച്ച് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പുരുഷന്മാർക്ക് ലഭിക്കുന്ന കനത്ത ശമ്പളമല്ല വീടിനെ ധന്യമാക്കുന്നത്, എൻറിച്ച് ചെയ്യുന്നത്. പിന്നെ എന്തുവാ? ജ്ഞാനവും വിവേകവും പരിജ്ഞാനവുമാണ്. ഈ പരിജ്ഞാനവും വിവേകവും ഒക്കെ എവിടുന്ന് കിട്ടും? എവിടുന്നാ കിട്ടുന്നേ? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യഹോവ ഭക്തനാകുന്ന പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അപ്പോൾ ദൈവഭക്തിയാണ് വിഷയം. നമ്മൾ ഒരുപാട് സമ്പത്തുണ്ടാക്കുന്നതല്ല വിഷയം. ജ്ഞാനവും വിവേകവും പരിജ്ഞാനവുമാണ് വിഷയം. ഒത്തിരി സമ്പത്തുണ്ടാക്കാൻ, ജോലിയിൽ അടിക്കടി ഉയർച്ചയുണ്ടാകാൻ 18 മണിക്കൂർ ജോലിസ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നതല്ല ഒരു നല്ല പുരുഷന്റെ ക്വാളിറ്റി. ഇന്നത്തെ ഈ കോർപ്പറേറ്റ് വേൾഡിൽ അതൊക്കെയാണ് വലിയ കാര്യം. അതല്ല വലിയ കാര്യം. പിന്നെന്തുവാ? വീട്ടിൽ വന്ന് ഭാര്യമാരുടെ കൂടെ സമയം ചെലവഴിക്കണമെന്ന് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ. സഹോദരന്മാരെ, നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ജോലിയല്ല, പിന്നെ ആരെയാ? എന്നാ ഒരു മൗനം? മൗനം വിദ്വാനുഭൂഷണമായതുകൊണ്ടാണോ അതോ പലരും ജോലിയാ കല്യാണം കഴിച്ചേക്കുന്നത്? ഓഫ് കോഴ്സ് ചിലരുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും നമ്മുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ഒരുപാട് സമ്പത്തുണ്ടായിട്ട് ആ റിലേഷൻഷിപ്പ് ഒന്നുമില്ലാതെ ജീവിച്ചിട്ട് എന്നാ കാര്യം? വലിയ കാര്യമുണ്ടോ? എന്നാൽ വലിയ സമ്പത്തൊന്നുമില്ലെങ്കിലും ഒന്നിച്ച് സന്തോഷത്തോടെ അങ്ങനെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന എത്രയോ പേരുണ്ട്. സത്യത്തിൽ ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. അതാ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്ലാൻ അത് തന്നെയാണ്. ഒരുപാട് വാരിക്കൂട്ടി ഉണ്ടാക്കി വെക്കുന്നതല്ല വിഷയം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ കുടുംബജീവിതമായി തീരുന്നതാ വലിയ കാര്യം. അതാ വലിയ കാര്യം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എത്ര സമ്പത്തും സമാധാനവും ഉണ്ടെങ്കിലും ഈ ഭാര്യയുമായിട്ടോ അല്ലെ ഭർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയല്ലേ, പിന്നെ ആ സമ്പത്തുണ്ടായിട്ട് എന്നാ കാര്യം? വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? എന്നാൽ അതൊന്നുമില്ലെങ്കിലും ഈ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ എത്ര നല്ലതാ. ദൈവം ക്രിസ്ത്യൻ ഹസ്ബൻഡ്സിനെ കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. അവരെന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാ? എനിക്കിതൊന്നും പറയണമെന്ന് താല്പര്യമില്ല. നമ്മൾ ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ആ വാക്യം സ്കിപ്പ് ചെയ്യാൻ എനിക്ക് ഒക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഡിസ്ക്ലെയിമേഴ്സ് ഉണ്ടല്ലോ, ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചു പോയവരോടോ ഒന്നും ഈ പറയുന്നതിനും ബന്ധമില്ലെന്നും പറഞ്ഞ് കാണാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഞാനങ്ങ് പറയുക. ഇവിടെ ഇരിക്കുന്ന ആരുമായിട്ടോ ഇന്ന് വരാതിരിക്കുന്ന ആരുമായിട്ടോ ഇതിന് യാതൊരു ബന്ധമുള്ളതല്ല കേട്ടോ. ഈ പറയുന്ന ഒരു കാര്യത്തിനും ഒന്നും അറിഞ്ഞുകൊണ്ടുമല്ല പറയുന്നത്. പിന്നെ നമുക്ക് ഫെമിലാരിറ്റി തോന്നിയാൽ എന്ത് ചെയ്യാനാ? ഐ കനോട്ട് ഹെൽപ്പ് ഇറ്റ്. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട്, അല്ലേ ഞാൻ സ്കിപ്പ് ചെയ്തേനെ. അപ്പോൾ ഒന്നാമത്തെ വിഷയം അവിടെ നമ്മൾ കാണുന്നത്
വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിക്കുക. അണ്ടർസ്റ്റാൻഡിങ്, ഈ വലിയ അണ്ടർസ്റ്റാൻഡിങ് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യ ആ ഒരു താല്പര്യമാണ് ഉള്ളത്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള വലിയ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടാണ് ഇതിനകത്ത് പ്രവേശിക്കുന്നത്. ഈ മേരി കോവിലെന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രസംഗം കേട്ടിട്ടുണ്ടോ? പുള്ളിക്കാരത്തി ഒരിക്കൽ പറയുന്നത് എനിക്കിങ്ങനെ കേട്ടു ഒരുപാട് നാൾ മുമ്പ്. ഇപ്പം ആ വനിതയ്ക്ക് സുഖമില്ല, ആ മാന്യ ദൈവഭൃത്യയ്ക്ക്. പുള്ളിക്കാരി പറഞ്ഞേ, ഈ തുടങ്ങുമ്പോൾ അവരുടെ ഭാഷയിൽ പറഞ്ഞിങ്ങനെ, കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കാമെന്നും പറഞ്ഞാൽ തുടങ്ങുന്നേ. പക്ഷെ തുടങ്ങിക്കഴിയുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നുമല്ല, ഇങ്ങനെയൊക്കെ അങ്ങ് ആയി പോകുന്നതാണ്. പക്ഷേ അല്ലേ, അങ്ങനെ ആയി പോകുന്നതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും, അതാ വിഷയം. അല്ലെങ്കിൽ അങ്ങനെ ആകാതിരിക്കാൻ നമുക്കെങ്ങനെ കഴിയും, നമുക്കെങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ കഴിയും, അതാണ് പത്രോസ് ഇവിടെ പറയുന്നത്. വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിക്കുക. എന്താണ് വിവേകം? അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിന് എന്താണ്, ഇപ്പം ഇൻഡിവിജ്വലി വ്യത്യാസങ്ങൾ കാണും, ഇഷ്ടാനിഷ്ടങ്ങൾ കാണും. അപ്പോൾ കുറച്ചു കാലമൊക്കെ ജീവിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയും എന്താണ് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമെന്താണ്, അല്ലെ എൻ്റെ ഭർത്താവിന് ഇഷ്ടമെന്താ. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതെ വൈറ്റ് വാഷ് ചെയ്തങ്ങ് പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നാളുകൾ കഴിയും തോറും അന്യോന്യമുള്ളതാകുന്ന അടുപ്പം വർദ്ധിക്കണം. അങ്ങനെ വർദ്ധിക്കുമ്പോൾ ആ സ്വഭാവങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് മറ്റേ ആളിന് ചേഞ്ച് ആകാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യുവർ റിലേഷൻഷിപ്പ്, ദാറ്റ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് അവർ വൈഫ്സ്. ഭർത്താക്കന്മാർ ഭാര്യമാരുടെ ആ കാര്യങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് എന്ത് ചെയ്യണം? അതാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, മനസ്സിലാക്കുക. അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള അനുഗ്രഹീതമാകുന്ന ആ കുടുംബ ജീവിതത്തിന് ഉപയോഗം വരുന്ന നിലയിൽ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുവാൻ തക്കവണ്ണം മറ്റേ ആളിനെ മനസ്സിലാക്കണമെന്ന് സാരം. വിവേകമുണ്ടാകണം, തിരിച്ചറിയുവാനായിട്ട് കഴിയണം. അവരുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. ചിലപ്പം ചിലരാണെന്നുണ്ടേ ഭയങ്കര കടുംപിടുത്തമൊക്കെ ഉള്ളവരുണ്ട്. ഇനി ഇവരോടല്ലേ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. ചിലപ്പം ചില കാര്യങ്ങൾക്കൊക്കെ അത് പൂർണ്ണമായിട്ടും സില്ലിയായിട്ടുള്ളൊരു കാര്യമാണ്. ചില കാര്യങ്ങൾ അങ്ങ് വിട്ടുവീഴ്ച അങ്ങ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരിക്കലേ ഒരു ഭാര്യയും ഭർത്താവും കൂടെ കുട്ടനാട്ടിൽ കൂടെ യാത്ര ചെയ്യുക. കുട്ടനാട്ടിൽ വള്ളത്തേൽ അങ്ങനെ യാത്ര ചെയ്ത്, ഭാര്യ കുറച്ച് കിഴക്കുന്നുള്ളയാളാണ്, ഭർത്താവ് കുട്ടനാട്ടുകാരനാണ്. അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ നെല്ല് വിളഞ്ഞു കിടക്കുക. അപ്പോൾ അവർ തമ്മിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം ഭാര്യ പറഞ്ഞു, ഈ നെല്ല് കൊയ്യുന്നത് കത്രിക കൊണ്ടാണെന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, അല്ല, അരിവാൾ കൊണ്ടാണ് കൊയ്യുന്നതെന്ന് പറഞ്ഞു. ഒടുവിൽ തർക്കമായി. ഒടുവിൽ പുള്ളിക്കാരി എന്ത് ചെയ്താൽ കത്രിക തന്നെയാണെന്ന് പറഞ്ഞു.
വിട്ടുവീഴ്ചയ്ക്ക് ഒട്ടും തയ്യാറല്ല. ഒടുവിൽ ആകപ്പാടെ പ്രയാസമായി ഭാര്യയെ പിടിച്ച് ഇദ്ദേഹം വെള്ളത്തിലിട്ടു. വെള്ളത്തിലിട്ടപ്പം മുങ്ങുക, ഒന്ന് മുങ്ങിയേച്ച് പൊങ്ങി വന്നപ്പം ഇങ്ങനെ കാണിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് കൺസീഡ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാലേ ഇതൊക്കെ ചൊവ്വേ അങ്ങ് പോകുന്നതിന് സഹായകമാകുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. എനിവേ, നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ വിവേകത്തോടുകൂടെ ഭാര്യമാരോട് വസിക്കുക. വിവേകം എന്നുള്ളതൊക്കെ വരുന്നത് യഥാർത്ഥത്തിൽ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ വിവേകമൊക്കെ ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കാനായിട്ടും ദൈവവചനം ധ്യാനിക്കാനുമായിട്ടുമൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുന്നതിലൂടെ അങ്ങനെയുള്ള വിവേകമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ആ കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ആ വിവേകം ഉണ്ടാകണം. കാരണം അങ്ങനെയുള്ള വിഷയങ്ങളാണ് ആ റിലേഷൻഷിപ്പിനെ ബന്ധപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. രണ്ടാമതായിട്ട് നിശ്ചയമായിട്ടും അങ്ങനെയുള്ളതാകുന്ന ആ നോളജ് നമുക്ക് ആവശ്യമാണ്, വിവേകം ആവശ്യമാണ്. കുടുംബജീവിതത്തിന് ആവശ്യമാകുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുവാനായിട്ട്, അല്ലെ ആ സ്വഭാവങ്ങൾ, അല്ലെ ആ പെരുമാറ്റത്തിൽ എന്താണ് ഏതാണ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. മാത്രമല്ല, വിവേകമെന്നുള്ളത് ആത്മീകമാകുന്ന ഒരു വിഷയമാണ്. ആത്മീകമാകുന്ന വളർച്ച വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ആത്മീകമാകുന്ന വളർച്ചയുണ്ടാകാതെ ഒരിക്കലും നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാകത്തില്ല ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. ലോകമനുഷ്യർ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നതേ ഉള്ളൂ. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആത്മീകമാകുന്ന ബന്ധമാണ് കുടുംബജീവിതത്തിലെ, അല്ലെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് കുടുംബജീവിതത്തിലെ വിജയത്തിൻ്റെ രഹസ്യം. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാ, ഒരു വിവാഹമെന്നുള്ളത്, അല്ലെ കുടുംബജീവിതം എന്നുള്ളത് ഒരു ട്രയാങ്കിളായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെയുള്ള ആ രണ്ട് കോണിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഏറ്റവും മുകളിൽ ആ പിരമിഡ് പോലെയുള്ള ട്രയാങ്കിൾ പോലെയുള്ള അതൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചാൽ, മുകളിൽ ദൈവം, രണ്ട് കോർണറിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇവർ തമ്മിൽ അടുക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിങ്കലേക്ക് ഇവരടുക്കുമ്പോഴാണ്. ഹസ്ബൻഡും വൈഫും ഒരുപോലെ ദൈവത്തിങ്കലേക്ക് അടുക്കുമ്പോൾ അവർ തമ്മിലുള്ള അകലം എന്ത് ചെയ്യും? കുറയും. അത് വളരെ സത്യമാകുന്ന കാര്യമാണ്. ട്രൂ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ഫാമിലിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ട്രൂ സ്പിരിച്വാലിറ്റി എന്നുള്ളത്, യഥാർത്ഥ ആത്മീയത എന്നുള്ളത് പിന്നെ സഭായോഗത്തിന് വന്ന് ആദ്യം മുതൽ അവസാനം വരെ കണ്ണടച്ച് പാടി കൈയൊക്കെ കൊട്ടി അങ്ങനെ ഇരിക്കുന്നൊന്നുമല്ല സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്നുള്ളത് കുടുംബത്തിലെ കാര്യമാണ്, നിത്യജീവിതത്തിലെ കാര്യമാണ്. അതാ വേദോസം പഠിപ്പിക്കുന്നത്. നമുക്ക് പറ്റിയേക്കുന്ന ഒരു വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വന്ന് അല്ലെങ്കിൽ ഞായറാഴ്ച അല്ലെ വെള്ളിയാഴ്ച വന്ന് എത്ര ഉറച്ച് പാടുമോ അത്രയും സ്പിരിച്വലാണ്. നോ 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 അങ്ങനെയൊന്നുമല്ല. വീട്ടിലെ സംസാരം എങ്ങനെയാണെന്നോ അതാണ് സ്പിരിച്വാലിറ്റിയെ കാണിക്കുന്നത്. വീട്ടിലെ സംസാരമാണ് നമ്മുടെ ട്രൂ സ്പിരിച്വാലിറ്റി വെളിവാക്കുന്നത്. നമ്മുടെ ഏറ്റവും അടുത്തയാൾ, വേദപുസ്തകത്തിൽ അതിന് വളരെ തെളിവുകളുണ്ട്. വലിയ സമ്പത്തൊന്നുമില്ലാതിരുന്ന ഒരു കുടുംബമുണ്ട്. സമ്പത്തില്ലെന്ന് മാത്രമല്ല, അങ്ങേരങ്ങ് മരിച്ചു പോവുകയും ചെയ്തു. മരിച്ചുപോയെന്ന് മാത്രമല്ല, കടവും വരുത്തി വെച്ചേച്ചാ മരിച്ചുപോയി.
അങ്ങനെ ഒരു ഉപദേശിയായിരുന്നു. പ്രവാചകന്റെ പുറകെ കൂടിയ ആളാ. ഇന്നത്തെ പ്രവാചകന്മാരല്ല. ഇന്നത്തെ പ്രവാചകൻ അന്നുകൊണ്ട് ഭയങ്കര സമ്പത്തായിരുന്നേനെ. ട്രൂ പ്രോഫറ്റ് ആയിരുന്നതുകൊണ്ട് സമ്പത്തൊന്നുമില്ലായിരുന്നു, കടമായിരുന്നു. കാരണം അന്നൊരു സ്ത്രീയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് അന്ന് യഹോവയുടെ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ആരെന്നൊക്കെ പിടികിട്ടിയല്ലോ, ഭയങ്കര വിരോധമായിരുന്നു. അവൾ ഒത്തിരി പേരെ കൊന്നപ്പം ഒരു പക്ഷേ സഹായിച്ച കൂട്ടത്തിൽ ആകാം ഇദ്ദേഹവും, അറിയത്തില്ല, അതിൻ്റെ ചരിത്രവും നമുക്കറിയത്തില്ല. ഒരു പക്ഷേ അങ്ങനെ ആകാം അദ്ദേഹത്തിന് ഈ കടമൊക്കെ ഉണ്ടായത്, അതും നമുക്കറിയത്തില്ല. എനിവേ, ഒരു കാര്യം വ്യക്തമാണ്, അവൻ്റെ പെണ്ണുമ്പിള്ള എന്ന് ഈ പ്രവാചകനോട് പറയുന്നൊരു വാക്കുണ്ട്. ആരോടാ പറയുന്നതെന്നറിയോ? കുറഞ്ഞ പുള്ളിയോടൊന്നുമല്ല. വേറൊരുത്തൻ വെള്ളിക്കട്ടിയൊക്കെ മേടിക്കാൻ വേണ്ടി പോയപ്പം ഈ വീട്ടിലിരുന്നുകൊണ്ട് അവൻ തേരിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത് കണ്ടയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനോട് ഈ സഹോദരി എന്നിട്ട് പറയുക, നിന്റെ ദാസനാകുന്ന എൻ്റെ ഭർത്താവ് എന്തോ ആയിരുന്നു സാക്ഷ്യം? യഹോവ ഭക്തനായിരുന്നല്ലോ. നോക്കിയേ, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നല്ലോ. നമ്മളൊക്കെ മരിച്ചു പോകുമ്പോഴേ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുമെന്ന് അങ്ങ് ചിന്തിച്ചോ? ഇന്ന് നമ്മൾ അടിച്ചു പോയാലേ പേടിക്കൊന്നും വേണ്ട, അതൊക്കെ സംഭവിക്കും. ഈ ഒരു സാക്ഷ്യം നമ്മളെ ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട് അറിയുന്നവർക്ക് പറയാൻ പറ്റുമോ? അതാ വിഷയം, അതാണ് നമുക്ക് ആവശ്യം. സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാർക്ക് ഇത് പറയാനായിട്ട് കഴിയണം. എന്താ? എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നെന്ന് പറയാൻ കഴിയണം. അതാണ് ദൈവം ആവശ്യപ്പെടുന്നതാകുന്ന വിഷയം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതാകുന്ന വിഷയം. അപ്പോൾ ആത്മീകമാകുന്ന ആ വളർച്ച ഈ വിവേകത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. വിവേകത്തോടെ കൂടെ ഭാര്യമാരോടുകൂടെ വസിക്കുക. അതാ ക്രിസ്ത്യൻ ഹസ്ബൻഡ്സിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാകുന്ന വിഷയം. രണ്ടാമത്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. രണ്ടാമത് പറയുന്നൊരു കാര്യം, സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ഓണർദം. ഈ പത്രോസ് അപ്പോസ്തലൻ ഈ ബലഹീനപാത്രമെന്ന് സ്ത്രീജനങ്ങളെ പറയുന്നത് എന്താണെന്ന് നമുക്കവിടെ വ്യക്തമല്ല. എങ്കിലും ആ കോണ്ടെക്സ്റ്റിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ബലഹീനപാത്രം എന്നുള്ളത് ഒരുപക്ഷെ ഫിസിക്കലി ഉള്ളതാകുന്ന ബലഹീനത ആകാം. അങ്ങനെ എല്ലായിടത്തും അല്ല. പൊതുവെ പറഞ്ഞാൽ ഫിസിക്കലി എന്തുവാ, അവർ പുരുഷന്മാരെക്കാളും ബലഹീനപാത്രം തന്നെയാണ്. അപ്പോൾ അവരിച്ചിരി ഫിസിക്കലി വീക്കായതുകൊണ്ട് പുരുഷന്മാർക്ക് വേണേൽ എന്ത് ചെയ്യാം, അവരെ ഓവർ പവർ ചെയ്യാനൊന്നും വലിയ പാട് ഇല്ല. പക്ഷേ പത്രോസ് ഇവിടെ പറയുന്നത് എന്നാ, അവർ ബലഹീനപാത്രമാണെന്നൊന്നും പറഞ്ഞാൽ അതിനുള്ള അഡ്വാൻറ്റേജ് പുരുഷന്മാർ എടുക്കരുതെന്ന് മനസ്സിലാകുന്നുണ്ടോ? അവർ വീക്കർ വെസലായതുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കരുത്. അവർ ബലഹീനപാത്രം എന്ന് മനസ്സിലാക്കുക. രണ്ട്, ഒരു പക്ഷേ അവർ ബലഹീനപാത്രമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയാനുള്ള കാര്യം നമ്മൾ അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ
4 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ആ റോൾ, പുരുഷന് കീഴടങ്ങിയിരിക്കാൻ സ്ത്രീയോട് പറയുന്നു. അപ്പോൾ ആ ഒരു അതോറിറ്റി പുരുഷന് നൽകിയിരിക്കുന്നു. അപ്പോൾ അതോറിറ്റി ഉണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ അഡ്വാൻറ്റേജും എടുക്കരുത്. നേരെ മറിച്ച് അവർക്ക് എന്തോ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്? ബഹുമാനം കൊടുക്കാൻ. അപ്പോൾ അതാകാം ഒരു പക്ഷേ പത്രോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കൊലോസ്യർ 3:19 അവരോട് കയ്പായിരിക്കരുത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ബഹുമാനം കൊടുക്കുക. ബഹുമാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇല്ലാതെ ഇരിക്കുന്ന ഒന്ന് കൊടുക്കാനല്ല ആവശ്യപ്പെടുന്നത്. സ്ത്രീയെ ദൈവം ഇൻഫീരിയറായിട്ടല്ല നിർമ്മിച്ചത്. അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. എന്തോ പറഞ്ഞാൽ ഇത് ഒരു എല്ലിൻ്റെ കഷണമല്ലയോ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനല്ല. കാരണം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ യഹൂദനെന്നോ യവനനെന്നോ ഒന്നുമില്ല. മാത്രമല്ല ഇവിടെ തന്നെ നമ്മൾ വായിക്കുന്നത് അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന. അപ്പോൾ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നുള്ളതാകുന്ന ഓണർ ഒരു സ്ത്രീക്ക് ദൈവം കൊടുത്തേക്കുക. ആ കൊടുത്തിരിക്കുന്ന ഓണറിനെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. അത് മനസ്സിലാക്കിയാൽ മതി. ഇല്ലാതിരിക്കുന്ന ഒന്ന് കൊടുക്കാനല്ല പറയുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ആ പ്രാധാന്യം. കാരണം എന്താ? സ്ത്രീ എന്താ? ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാ. ദൈവം വെച്ചേക്കുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കണമെന്ന്. അതാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് മനസ്സിലാക്കുക. അങ്ങനെ അവളെ ബഹുമാനിക്കുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ട്രീറ്റിംഗ് ഹർ ഈക്വലി, നിത്യതയ്ക്ക് അല്ലെങ്കിൽ നിത്യജീവൻ അവകാശിയാണ്, ദൈവം അങ്ങനെയാണ് സ്ത്രീയെ കണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ബഹുമാനിക്കുക. ദൈവം വെച്ചിരിക്കുന്ന ആ റോൾ ദുർവിനിയോഗം ചെയ്യാനല്ല പുരുഷൻ്റെ കടമയെന്നുള്ളത്. അതിനെ വീക്കർ വെസലായതുകൊണ്ട് എങ്ങനെയും ഒക്കെ ചെയ്യാമെന്നല്ല, എന്തും പറയാമെന്നല്ല. കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ റെഫർ ചെയ്തു, പാസ്റ്റർ PM ഫിലിപ്പ്. അദ്ദേഹം വിവാഹം നടത്തുമ്പോൾ പറയാറുണ്ട്, ചിലർ ഭാര്യമാരെ വിളിക്കാൻ നല്ല പേരുണ്ടെങ്കിലും, ഏത് പേര് പറഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന ആരുടെയിലൊക്കെ പേര് വരും, അതുകൊണ്ട് പേര് പറയുന്നില്ല, ഇല്ലാത്ത പേരെന്തുവാ? എനിവേ, നല്ല പേരുണ്ടെങ്കിലും വിളിക്കുന്നത് ഈ നാൽക്കാലി മൃഗങ്ങളുടെയൊക്കെ പേരാണ്. അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് വിവാഹ ശുശ്രൂഷകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നതല്ല, അദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്ത്, ചിലപ്പം ജോലിക്ക് പോകുന്നതാണെ ജോലിക്കും പോയി, ഭർത്താവ് വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പം, അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്, ഞാനല്ലേ പറയുന്നത്, ചെറിയ കാര്യത്തിന് എടി കഴുതേ, അങ്ങനെ വിളിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുന്നവരുമായിട്ടൊന്നും ഇത് ബന്ധമില്ലെന്ന്. അതിനൊക്കെ കാണും. അത് പാടില്ല, അത് പാടില്ല. ദൈവവചനം അതാ പറയുന്നത്. അത് പാടില്ല. ഓണർ ദം. ഇല്ലാത്ത ഒരു ഓണർ കൊടുക്കുകയല്ല, ഉള്ള ഓണർ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊക്കെ ഓരോ സ്കിൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ ചിലരെങ്കിലും. അപ്പോൾ ഒരു നല്ല പേന ഉണ്ടെന്നിരിക്കട്ടെ, മോണ്ട് ബ്ലാങ്കിൻ്റെ പെൻ. അതെടുത്തിട്ട് ഓഫീസിൽ ഇരിക്കുമ്പം ആ പഞ്ച് ചെയ്യുന്ന മെഷീൻ കണ്ടില്ല, പേപ്പറിന് കിഴുത്തിടുന്നത്. എന്നാൽ അതെടുത്ത് പേപ്പറിന് ആരെങ്കിലും കിഴുത്ത് ഇടാറുണ്ടോ? ഇല്ല. അതിൻ്റെ കാര്യം തന്നെ, അത് നല്ല വിലയുള്ള സംഭവമാണ്. അത് ദുർവിനിയോഗം ചെയ്യാൻ മനസ്സില്ല. കാരണം ദാറ്റ് ഈസ് വർത്ത് തൗസൻഡ്സ് ഓഫ് റുപ്പീസ് എന്ന് പറഞ്ഞ പോലെ, ഇല്ലാത്ത ഒന്ന് കൊടുക്കാനല്ല ഇവിടെ ആവശ്യപ്പെടുന്നത്. ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളായി ദൈവം സ്ത്രീജനത്തെ കണ്ടതുകൊണ്ട് അതുപോലെ പുരുഷന്മാരെന്ത് ചെയ്യണം? സ്ത്രീകളെ ഓണർ ചെയ്യാനാണ് പറയുന്നേ. ഒരു പക്ഷേ വന്നാട്ട് ഇരുന്നാട്ട് എന്നൊന്നും പറഞ്ഞില്ലേലും ആൾക്കാരുടെ മുമ്പിൽ വെച്ചേ അങ്ങനെ ചിലടത്ത് ചെന്ന് താഴേന്നോ മുകളിൽ ദൂരെ നിന്ന് ചെല്ലുമ്പോഴേ അവിടെ എന്തെങ്കിലുമൊക്കെ അപശബ്ദങ്ങളൊക്കെ കേട്ടോണ്ടായിരിക്കും ചെല്ലുന്നേ. ചെന്ന് ബെല്ലടിച്ചു, കഥ, അയ്യോ മോളെ ഫാസ്റ്റർ വന്നു കണ്ടോ. അങ്ങനൊന്നും ബഹുമാനം കൊടുത്തില്ലേലും ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം മനസ്സിലാകുന്നുണ്ട്. ഞാനത് ഉദാഹരണമായിട്ട് എഗെയിൻ ഇവിടെ ഇരിക്കുന്നവരോടോ വരാത്തവരുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടേ എനിക്കല്ലാതെ എന്നെ നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യരുത് പ്ലീസ്. മുൻകൂർ ഞാൻ ജാമ്യം എടുത്തു. പക്ഷേ ദൈവം വച്ചിരിക്കുന്ന ആ ഓണർ കൊടുക്കാനായിട്ട് തയ്യാറാകണമെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അപ്പോൾ പുരുഷന് ഭവനത്തിൽ അധികാരം കൊടുത്തു, അല്ലെങ്കിൽ സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കാൻ പറയുന്നതും കണ്ട് പുരുഷൻ്റെ ഇൻഫീരിയറായിട്ടുള്ള ഒരു ക്രീച്ചറൊന്നും അല്ല സ്ത്രീ എന്നുള്ളത് മനസ്സിലാക്കുക. ദൈവം നൽകിയിരിക്കുന്നതാകുന്ന ആ ഓണർ അവൾക്ക് നൽകുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രായോഗികമായിട്ട് പൊതുവായിട്ട് അവരെ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തിക്കെട്ടുന്ന സംസാരവും അതൊക്കെ ഒഴിവാക്കുക. അങ്ങനെയുള്ളത് ഒഴിവാക്കണം. ഇനിയും ഭാര്യ അല്ലെ ഭർത്താവ് കുഞ്ഞിനെ ശിക്ഷിക്കുന്നുടനെ ഭാര്യയോ ഭർത്താവോ പോയിട്ട് കുഞ്ഞിൻ്റെ പക്ഷം പിടിക്കരുത്. ചെയ്യരുതത്. കാരണം ആ കുഞ്ഞിൻ്റെ ദൃഷ്ടിയിൽ അമ്മയൊന്നും അല്ലാതാകുന്നു. അമ്മ പറഞ്ഞതിന് എന്തില്ല, ഒരു വിലയില്ല. ഇനി ഞാൻ പറയാം സഹോദരന്മാരെ, അമ്മ പറഞ്ഞത് തെറ്റാണെങ്കിൽ പോലും ആ കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ച് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒരുമ്പെടരുത്. പേഴ്സണലി അത് തെറ്റാണെങ്കിൽ അന്നേരം ഒന്നും മിണ്ടാതെ ഇരിക്കുക, പിന്നീട് അത് കറക്റ്റ് ചെയ്യുക. തെറ്റാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ വരുന്ന കുഴപ്പമെന്താണെന്നറിയാമോ? ആ കുഞ്ഞിൻ്റെ ദൃഷ്ടിയിൽ ആ മാതാവ് അവഹേളിക്കപ്പെടുകയാണ്. പുരുഷൻ എങ്ങനെ ഭാര്യയെ ട്രീറ്റ് ചെയ്യുന്നോ, എങ്ങനെ അവളോട് ഇടപെടുന്നോ, അത് ഒരു കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറന്നു പോകരുത്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സമ്പത്തുണ്ടാക്കി വെക്കാനല്ല, അതല്ല വലിയ കാര്യം. അതാർക്കും നടത്തും. ആർക്കാ പറ്റാത്തത്? നല്ല ജോലിയുള്ള ഒരാൾക്ക് പിള്ളേർക്ക്
ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടാക്കി വെക്കാൻ എന്താ പ്രയാസം? ഒരു പ്രയാസവും ഇല്ല. അതല്ല വലിയ കാര്യം. അതിനേക്കാളും വലുത് ആ ബന്ധമാണ്. ദൈവം വെച്ചിരിക്കുന്നതാകുന്ന ആ പ്രധാനപ്പെട്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കവരെ ഓണർ ചെയ്യുവാനായിട്ട് കഴിയും. അവരെ താഴ്ത്തിക്കെട്ടാതിരിക്കുക. അങ്ങനെയുള്ള പ്രായോഗികമാകുന്ന സന്ദർഭത്തിൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ പെരുമാറുക. ഇതെല്ലാം അവരെ ഓണർ ചെയ്യുന്ന ദൈവം വെച്ചിരിക്കുന്നതാകുന്ന കാര്യങ്ങളാണ് പ്രായോഗികമാകുന്ന ജീവിതത്തിൽ. ഇതിന് നമുക്കെന്തു വേണം? വിവേകമുണ്ടായിരിക്കണം. ഭവനത്തിലെ പിതാവ് മാതാവിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്താൽ, ആ കുഞ്ഞുങ്ങൾ മാതാവിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്താൽ ഒരതിശയവും ഉണ്ടാകുകയില്ല. അവിടെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ബഹുമാനമില്ലാതെ ഭാര്യമാരെ പിതാക്കന്മാരെ ട്രീറ്റ് ചെയ്താൽ വലിയ അബദ്ധമാണ്. വലിയ അബദ്ധമാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, കറക്ഷൻ നടത്തണമെങ്കിൽ നമ്മൾ കറക്ഷൻ നടത്താനായിട്ട് തയ്യാറാകണം. കൊച്ചു ജീവിതമാണ് നമുക്കുള്ളത്. അധികകാലമൊന്നും നമ്മളിവിടെ ജീവിച്ചിരിക്കുകയില്ല. ഈ കൊച്ചു ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇതൊരിക്കലും നമ്മൾ മറന്നു പോകാനായി പാടില്ല. ആകട്ടെ, അങ്ങനെ ചെയ്യുന്ന നോക്കുക, വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിക്കുക. അവർ ബലഹീനപാത്രമാണെന്ന് മനസ്സിലാക്കുകയും ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത് അവരെ ബഹുമാനിക്കുക. അങ്ങനെ ചെയ്താൽ യു വിൽ ഹാവ് എ വണ്ടർഫുൾ പ്രെയർ ലൈഫ്. പ്രാർത്ഥനയ്ക്ക് എന്നുണ്ടാകുകയില്ല, മുടക്കം ഉണ്ടാകുകയില്ല. പ്രാർത്ഥിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അല്ലേ? പക്ഷേ ഇവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഹസ്ബൻഡ്സിനെ കുറിച്ചാണ്. സ്ത്രീകളും പ്രാർത്ഥിക്കണം. നന്നായി പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിപ്പാൻ ഹസ്ബൻഡ്സിന്, ഭർത്താക്കന്മാർക്ക് കഴിയണമെങ്കിൽ അവരുടെ ഭാര്യമാരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. അല്ലാതെ കഴിയുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ലിവിങ് ആസ് ക്രിസ്ത്യൻ ഹസ്ബൻഡ്സ്. എനിക്കറിയാം ഇത് വലിയ ഉണർവൊന്നുമല്ല. എനിക്കറിയാം ഇത് അപ്രിയ സത്യങ്ങളുമാണ് ചിലപ്പോഴെങ്കിലും. പക്ഷെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, there is a direct correlation between our spirituality and how we treat our husband or wife. അത് തമ്മിൽ വലിയ ബന്ധമാണ്, വലിയ ബന്ധമാണ്. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതമാകട്ടെ. ഈ ബൈബിൾ ക്ലാസ്സുകൊണ്ട്, പത്രോസിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുന്നതുകൊണ്ട് അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ മാറ്റങ്ങളൊക്കെ വരാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. നമുക്ക് ഒത്തിരി തിയോളജിക്കൽ നോളജ് ഉണ്ടായില്ലെങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ല. അന്തിക്രിസ്തു എന്നുള്ള വാക്കില്ല, എതിർ ക്രിസ്തുവിൻ്റെ നമ്പർ കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ഇതാ. നമുക്ക് പല കാര്യങ്ങൾ അറിയത്തില്ലെങ്കിലും അതൊന്നും വിഷയമല്ല. നമ്മൾ വിവേകം, ജ്ഞാനം, പരിജ്ഞാനം ഇതുകൊണ്ടാണ് ഭവനത്തിൻ്റെ മുറികളിൽ, അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു ഭാര്യമാരോട് പറയും, നിങ്ങളുടെ അലങ്കാരം, ഹൗ ഡു യു ബ്യൂട്ടിഫൈ യുവർ സെൽസ്. പുറമേ ഉള്ളതല്ല, പിന്നെങ്ങനെയാണ്? ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യനാണ്. അതാണ് ഇന്നർ ബ്യൂട്ടിയാണ് വിഷയം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്യൂട്ടിഫുൾ വൈഫ്
ദൈവവുമായിട്ട് റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭർത്താവ്, ആ കുടുംബം എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും ഇല്ലേ? അവരുടെ തലമുറ എത്ര അനുഗ്രഹിക്കപ്പെടും. അതാണോ വലിയ കാര്യം? അതോ ഈ കൊച്ചു ജീവിതത്തിൽ ഒത്തിരി വെട്ടിപ്പിടിച്ചേച്ച് പിന്നെ കുടുംബജീവിതവുമില്ല, ഒന്നുമില്ല, അങ്ങനെ അങ്ങ് പോകുന്നതാണോ വലിയ കാര്യം? പിന്നെ ഇതെല്ലാം അനുഭവിക്കാൻ പിന്നെ കഷ്ടപ്പെട്ട് 16 മണിക്കൂർ 20 മണിക്കൂർ ജോലി ചെയ്ത് അനുഭവിക്കാറാകുമ്പോഴത്തേനോട് ഈ പ്രഷറും പിടിക്കും, ഷുഗറും പിടിക്കും. അതിനേക്കാളൊക്കെ നല്ലത് അത്രയും ഒന്നുമില്ലെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അങ്ങ് പോകുന്നതല്ലേ നല്ലത്? അതല്ലേ വലിയ കാര്യം? ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് ഉത്തമരാകുന്ന ഭർത്താക്കന്മാരായി, ഭാര്യമാരായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള, ദൈവം നമ്മുടെ കുടുംബജീവിതത്തിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ തക്കവണ്ണം നമുക്ക് ആഗ്രഹിക്കാം, നമുക്കതിനായി പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക്